അട്ടപ്പാടി മധു ആൾക്കൂട്ട കൊലപാതകത്തിൽ 12 പ്രതികൾക്ക് ജീവപര്യന്തം. 16-ാം പ്രതിക്ക് 1 വർഷം തടവ്. 3 പ്രതികളെ വെറുതെ വിട്ടു. മധുവിന്റെ അമ്മയ്ക്ക് 37 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം. വിധിയിൽ തൃപ്തിയെന്ന് മധുവിന്റെ കുടുംബം. ഗൺമാന്മാരുടെ മർദ്ദനത്തിൽ റിപ്പോർട്ട് കൈമാറി SIT. നടന്നത് ചട്ടവിരുദ്ധ നടപടികളെന്ന അന്വേഷണ സംഘം. ADGP MR അജിത് കുമാർ ഇടപെട്ടതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനുള്ള നീക്കം തടഞ്ഞത് അജിത് കുമാർ. ശസ്ത്രക്രിയക്കിടെ കത്രിക കുടുങ്ങിയ ഹർഷിനിക്ക് സർക്കാർ ആശുപത്രിയിൽ ജോലി നൽകുമെന്ന് ആരോഗ്യമന്ത്രി. അർഹതപ്പെട്ട നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രിയുടെ ഉറപ്പ്. റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി PSC. 289 റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടാൻ അംഗീകാരം. രത്തൻ ഖേൽക്കറുടെ നിയമനം ന്യായീകരിച്ച് മുഖ്യമന്ത്രി. ഖേൽക്കർക്കെതിരെ ആരും മുമ്പ് പരാതികൾ ഉന്നയിച്ചിട്ടില്ലെന്ന് VD സതീശൻ. IAS ഉദ്യോഗസ്ഥരുടെ നിയമനം ഭരണപരമായ തീരുമാനമെന്നും മുഖ്യമന്ത്രി. മലയിടം തുരുത്ത് നിവാസികളെ ഒഴിപ്പിക്കാതെ പറ്റില്ലെന്ന് ഹൈക്കോടതി. സാങ്കേതികത്വം പറഞ്ഞ് സർക്കാർ ഒഴിയാൻ പാടില്ല. സർക്കാരിന് 2 ആഴ്ചത്തെ സാവകാശം നൽകുമെന്നും കോടതി. ജനങ്ങളെ സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി. ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിൽ കേബിൾ കാറിൽ കുടുങ്ങിയവരെ പുറത്തെത്തിച്ചു. എല്ലാ വിനോദസഞ്ചാരികളും സുരക്ഷിതർ. അമിത ഭാരം തകരാറിന് ഇടയാക്കിയെന്ന് നിഗമനം. പെട്രോളിനും ഡീസലിനും വീണ്ടും വില കൂടി. ഇന്ന് കൂടിയത് ലിറ്ററിന് 2 രൂപ 61 പൈസ വീതം. 10 ദിവസത്തിനിടെ കൂട്ടുന്നത് 4ാം തവണ. പശ്ചിമേഷ്യൻ യുദ്ധം പ്രതിസന്ധിയാകുന്നു.